ഹലോ ചങ്ങായിമാരെ, ഞാനിതാ രാവിലെ എണീച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞാളിപ്പോൾ സാരംകോട്ടിലേക്ക് പോവാണ്. സാരംകോട്ട് എന്ന് പറഞ്ഞാൽ അതായത് പൊക്കറയിൽ ഏകദേശം 8 കിലോമീറ്ററുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ്. അപ്പോൾ ഞാളിതാ സാരംകോട്ടിലേക്ക് പോവാണ്. ലിഫ്റ്റ് ചോദിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോൾ താഴെ പോയിട്ട് വണ്ടികൾക്കൊക്കെ കൈയണിച്ച് നോക്കണം, ഏതെങ്കിലും ട്രക്കൊക്കെ നിർത്തിയായിരിക്കും. ഇതാ ഞാളിവിടുന്ന് ഇറങ്ങാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വഴി കൂടിയാണ് ഞാളിങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ ഞാളിതാ ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സാരംകോട്ട് ഹിൽ സ്റ്റേഷൻ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ ഞാളിതാ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാരംകോട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ റോഡൊക്കെ ചെറിയ റോഡാണ് കേട്ടോ. എന്താ സീന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് വണ്ടികൾ കുറവാണ്, അതുകൊണ്ട് ഇത്ര വണ്ടികളില്ല. ബസ്സിന് വണ്ടി വന്നു, മാർഗമില്ല, അതുകൊണ്ട് ലാസ്റ്റ് ബസ്സിന് വന്നതാണ്. നല്ല ചുരമായിട്ട് സെറ്റപ്പാട്ടോ. ചെറിയ റോഡാണ്, ഒന്ന് രണ്ട് ബസ്സുകളൊക്കെ ഇവിടേക്കുള്ളൂ. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടില്ലേ, ഇതാണ് ഇവിടുന്ന് കിട്ടുന്ന വ്യൂ. താഴെ ടൗണാണ് കേട്ടോ. അപ്പോൾ പൊക്കാര എന്ന് പറയുന്ന വില്ലേജ് താഴെ ഉണ്ട്. ഇത് ഫുള്ള് പൊക്കാരാണ്. അത്ര അടുപ്പിച്ചടുപ്പിച്ച് വീടുകളാണ്. ഇതൊക്കെ പോകുന്നത് അത്രേ അടുപ്പിച്ചാട്ടോ പോകുന്നത്. നല്ല റോഡിന് വീതി നല്ല കുറവാണ്. സാരംകോട്ടയിലേക്കുള്ള വഴിക്ക് എക്സ്പീരിയൻസ് ഡ്രൈവർമാരാട്ടോ. ശരിക്കും അത്രയും ചെറിയ റോഡാണ്, അതും ചുരം ഷേപ്പിൽ. വണ്ടി എടുത്ത് പോകാന്ന് പറയുന്നത് വൺ ടാസ്ക്. അപ്പോൾ ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നെങ്കിൽ തീരെ അനക്കുന്ന ചെറിയൊരു അളവിലെ റോഡുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകണം. ഇവിടുത്തെ ഡ്രൈവർമാരെ സമ്മതിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളിതപ്പോൾ സാരംകോട്ടിൽ ബസ് ഇറങ്ങി നടന്ന് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ കയറി നോക്കിയതാട്ടോ. അപ്പോൾ ഇവിടെ കയറിയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വന്ന് നോക്കിയത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ചോദിച്ച് മേലെ ടെൻ്റ് അടിക്കാൻ പറ്റുമോ, എന്താ അവസ്ഥ എന്നൊക്കെ ചോദിച്ചാൽ ഉള്ളു പറഞ്ഞു മേലെ ടെൻ്റ് അടിക്കാൻ കുറച്ച് സീൻ ഉണ്ട്. എന്താ പറയുക, അപ്പുറത്തെ ഭാഗത്ത് ഈ മലേൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഫുള്ള് കാടായതിനെ കൊണ്ട് പുലിയും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നിട്ട് ഞങ്ങൾക്ക് ഇവരുടെ ഷോപ്പിന് താഴെ തന്നെ കുറച്ച് സ്പേസ് ഉണ്ട്. അതായത് ഇവരെ ഗസ്റ്റ് വന്നിരിക്കുന്നതും ഊഞ്ഞാലാടുന്നൊരു ചെറിയൊരു ഗ്രൗണ്ട് സെറ്റപ്പ്. അപ്പോൾ ഓല് പറഞ്ഞ് ഞങ്ങൾക്ക് അവിടെ ടെൻ്റ് അടിക്കാൻ സ്റ്റേയും കാര്യങ്ങളൊക്കെ തരികയും ചെയ്ത് അപ്പോൾ സെറ്റാണ്. പിന്നെ ഇത് ഇന്ത്യക്കാരാട്ടോ, ഉത്തർപ്രദേശത്തെ 2-3 ആൾക്കാർ നടത്തുന്ന റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ഇവരാണ് ഇപ്പോൾ സ്റ്റേ ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഒരുക്കി തന്നെ. ഇവിടെ പുലി വരും എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ജാസ്മിൻ, ഇവിടെ ഉള്ള കുട്ടികളാണ് കേട്ടോ. ഇവിടെ വേറെ അവർക്ക് പേരൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഇവർ തന്നെ ഇവിടെ ഒരു ഹോട്ടൽ നടത്തുകയാണ്. അപ്പോൾ മുകളിലോട്ട് പോയിട്ട് വ്യൂ കണ്ടിട്ട് ഞങ്ങൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യുക. അപ്പോൾ ഇതിലൂടെയാണ്, ഈ വഴി കൂടെയാണ് കേട്ടോ ഞങ്ങൾ ബസ്സിൽ വന്നത്. അപ്പോൾ ഏകദേശം ആ ഷോപ്പിൻ്റെ മുമ്പിലാണ് ഞങ്ങളിപ്പോൾ ബസ് ഇറങ്ങിയത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഇന്ത്യൻ ഷോപ്പ്. അപ്പോൾ ഈ ഷോപ്പിലാണ് ഞങ്ങൾക്ക് ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം താഴത്ത് സെറ്റ് ചെയ്ത് തന്നത്. ശരിക്കും ഞങ്ങൾ ടെൻ്റ് അടിക്കാൻ നോക്കിയത് ഈ കാട്ടിലേക്ക് ആയിരുന്നു. കാരണം നമ്മൾ വ്യൂവും കാര്യങ്ങളും നമ്മളെ ഹാപ്പിനെസ് അതാണല്ലോ. പക്ഷേ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുലീൻ്റെ സീൻ ഉണ്ട് പറഞ്ഞിട്ട് എല്ലാവരും ഫുള്ള് കാടാണ്. അപ്പോൾ പുലീൻ്റെ സീൻ ഉണ്ട് എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു പേടി ആർക്കും ഉണ്ടാകും. അതുപോലെ തന്നെ ഇതിന്റെ മേലെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. മുകളിലോട്ടാണ് വ്യൂ പോയിന്റ്. കുറച്ച് ആളുകളൊക്കെ കയറി പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ടെൻ്റ് അടിച്ച സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. അതൊക്കെ ഇതാട്ടോ ടെൻ്റ് അടിച്ച സ്ഥലം. അത്യാവശ്യം സെറ്റ് സ്ഥലമാണ്, പേടിക്കാനും കാര്യങ്ങളൊന്നുമില്ല. ഇവിടുന്ന് ഇതാണ് വ്യൂ, അത്യാവശ്യം നല്ല വ്യൂ. കൂടെ തന്നെ കേബിൾ കാറും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ടേബിളിന്റെ മുകളിൽ ടേബിൾ സെറ്റപ്പ് ഉണ്ട്. ഇത് കുക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ടേബിൾ ഉണ്ട്, അതൊക്കെയാണ് ഇപ്പോൾ ഒരു കാര്യമുള്ളത്. പിന്നെ ഊഞ്ഞാലും കാര്യങ്ങളും ഇവരെ കസ്റ്റമേഴ്സിനൊക്കെ എൻജോയ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ് ഇത് ശരിക്കും. പിന്നെ ഇവിടെ ക്യാമ്പ് ഫയർ ഇടാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇതിലൂടെ പിന്നെ കേബിൾ കാറിന്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ സാധനം. സംഭവം എന്താ പറയുക, ഒരു ടൗണ് വിട്ട് നമ്മൾ അത്ര ഒരു മലേന്റെ ടോപ്പിൽ ഇപ്പോ ഉള്ളൊരു മലേന്റെ ടോപ്പിലാണ് ഇപ്പൊ ഉള്ളത്. പാരാഗ്ലൈഡിങ്ങിന് 8500 രൂപ, ഏകദേശം അരമണിക്കൂർ ഒക്കെ ഉണ്ടാവും സാധനം. ഒരു പാരാഗ്ലൈഡിങ് ഇപ്പൊ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഒരു കേബിൾ കാറാണ് കേട്ടോ പോകുന്നത്. ഇതൊക്കെ നല്ല എക്സ്പെൻസീവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ 8 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലൊരു ചെറിയ പൈസ ഉണ്ടാവില്ല. 5 റുപ്യന്റെ ലെവലിലൊക്കെ ഉണ്ടാവും, 5000 റുപ്യ ഒക്കെ ഉണ്ടാവും. ഇവിടെ വന്നിട്ട് ടെൻ്റ് അടിച്ചതിന് ശേഷം കിടക്കാനൊക്കെ ഉള്ള പരിപാടി. അപ്പം ഞങ്ങൾ നൈസ് കുക്കിംഗ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു ദീദി വന്നിട്ട് കുക്ക് ചെയ്യാൻ വെള്ളവും കാര്യങ്ങളൊക്കെ തന്ന്
അതുപോലോ. അപ്പൊ ദീദി കുക്കിംഗ് ചെയ്യാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ തന്നു. അപ്പൊ ഞങ്ങൾ ചായ ഉണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ ദീദിക്കും കൂടി 3 ഗ്ലാസ് വെള്ളം വെച്ച് ചായ ഉണ്ടാക്കുകയാണ്. അപ്പൊ ദീദി കപ്പൊക്കെ എടുത്ത് വന്നിക്ക്. അപ്പൊ ദീദിക്ക് ചായ കൊടുക്കണം. നല്ലൊരു ദീദി ആട്ടോ. അപ്പൊ ഞങ്ങൾക്ക് വെള്ളവും കാര്യം ഞങ്ങളെ വെള്ളം ഇല്ലാന്ന് പറഞ്ഞതിനെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു കുപ്പിയിൽ വെള്ളം കൊണ്ട് തന്ന്, പിന്നെ ഞങ്ങളടുത്ത് ഡിസ്പോസിബിൾ ഗ്ലാസ് കൊണ്ട് തന്ന്. ഇതാട്ടോ ഞങ്ങൾക്ക് ഇത് ടെന്റ് അടിക്കാൻ സ്ഥലം തന്ന ഒരേ ഷോപ്പ് കണ്ടൊക്കെ എടുത്തിട്ടേനിപ്പോ. അപ്പൊ ഞങ്ങൾ ചായ ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഇവരും വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഷോപ്പിന്റെ മുതലാളിമാരെ. എല്ലാവരും കൂടി ഇപ്പൊ കൊടുക്കാത്തേക്കൂല. ഹായ് ബൈ. അതാ ഓളെ ഹായ് പറയുന്ന. ഹായ് ഹായ്. അപ്പൊ ചായക്ക് ഏത് ഇന്ന് ഫുള്ള് ആൾക്കാരാട്ടോ. ചായക്ക് അധികം മെമ്പേഴ്സ് ആയി. ചായ തൂപ്പുണ്ടാന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങൾ ടെന്റ് ടെന്റിലേക്ക് കേറി നോക്കുക കേട്ടോ. കേറി കിടക്കുക. अच्छा है तो नहीं जाएगा? ये दो भाई बहन नहीं जाएगा. सीधे पसंद है എല്ലാവർക്കും ടെന്റൊക്കെ കണ്ടിട്ട് ആവേശാട്ടോ. അപ്പൊ ഇവരൊക്കെ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ നേപ്പാളിൽ ഞങ്ങള് വന്നിട്ട് ഇപ്പോ ഞങ്ങള് ഇവിടുത്തെ ഗസ്റ്റ് ആണ്. പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ചായ കുടിക്കുക, ഞങ്ങളെ കൂടെ ചായ കുടിക്കാൻ വേണ്ടിട്ട്. ഓക്കെ so much हम लोग इसमें नहीं नहीं अभी चेस्ट दिया जाएगा तो नहीं है और गेस्ट वेलकम. हमरा दीदी ദീദിക്ക് കൊടുക്കുന്നുണ്ടോ? ഓക്കെ. എന്താ അറിയില്ല, ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര സ്നേഹം. ഇവര് നമ്മളെ നേപ്പാളീസ് അല്ല കേട്ടോ, ഉത്തർപ്രദേശിലുള്ള ആൾക്കാർ. ഇവിടെ 1 2 3 ആൾക്കാരുണ്ടല്ലേ ഇവിടെ. ഈ കുട്ടീന്റെ ചേച്ചിയാണ് ഈ ഷോപ്പിൽ നിൽക്കുന്നത്. അപ്പോ ചേച്ചി പുറത്തേക്ക് പോയതാ, ചേച്ചിയൊക്കെ വരും. അപ്പൊ എല്ലാരെയും കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ കുട്ടിയുടെ ഫ്രണ്ടാണിത്. അപ്പൊ ചേച്ചീന്റെ കൂടെ വർക്ക് ചെയ്യാനല്ല, ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നാണ്. തുമാരോ ആലോക് എന്നാണ്. ഖുശ്ബു അച്ഛാ നേമേ ഖുശ്ബു. ദീദിയൊക്കെ ഞങ്ങളെ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. ദീദി ചായ ചായ. അപ്പൊ എല്ലാരും ചേസ് അടിച്ച് ചായ കുടിക്കാൻ പറഞ്ഞാണ്. അപ്പൊ ഓക്കെ, ചായക്ക് ടേസ്റ്റ് ഉണ്ടായി. മധുരം നല്ലോണം മധുരമുണ്ട്. ഞങ്ങള് ഇവിടുന്ന് ടെന്റ് അടിച്ചെടുത്തുനിന്ന് ഞങ്ങളെ ഒരു വ്യൂ പോയിന്റ് കാണാന്ന് പറഞ്ഞിട്ട് ഇവര് കൂട്ടിക്കൊണ്ടുപോകാൻ കേട്ടോ. അച്ഛാ വ്യൂ പോയിന്റ് മേക്കപ്പ് ഇടാൻ പോയതായിരുന്നു കേട്ടോ. ഇത് റീൽസ് എടുക്കാൻ വേണ്ടിട്ട് മേക്കപ്പ്. അപ്പൊ ഞങ്ങള് വില കൂടെ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവാണ്. അപ്പോ കാണാൻ വേണ്ടിട്ടുള്ള മേക്കപ്പിലാണ് കേട്ടോ. ആണ് കേട്ടോ ഇവിടെ ഉള്ള കുട്ടികള്. അപ്പോ ഇവര് രണ്ടാളും സിസ്റ്റേഴ്സ് ആണ്. അത് ഇവിടുത്തെ ഒരു ഓക്കെ. കേരളത്തിലൊക്കെ വെൽക്കം ചെയ്യുന്നുണ്ട് കേട്ടോ. മച്ചാനേത് तुम्हारा नाम? लक्ष्मी. खुशबू. खुशबू हो रहा है जो एक പേര് പറഞ്ഞു. तुम्हारा नाम? रोसिदा नेपाली. ओके अच्छा. അപ്പോൾ വെൽക്കം. Indian and we love to see Indian people here. So you can come to my hotel. Okay. Welcome. Indian restaurant in Sarankoot, Nepal. Okay. Bye bye. ഇപ്പൊ ഞാള് പോലെ കൂടെ വ്യൂ കാണാൻ പോവാണ്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. നല്ല പോസ്റ്റ് ആയിരുന്നു തോന്നുന്നു ഇവിടെ. കാരണം ഇവിടെ ഒരു ഉൾഗ്രാമം അത്രയും വരാണ്ട്, ചുരം കയറിയിട്ട് വരാണ്ട്, ഒരു മലന്റെ മുകളിലാണ്. ഇവിടെ നെറ്റും കാര്യങ്ങളൊന്നും കിട്ടൂല. അപ്പൊ ഇവര് ഞങ്ങൾക്ക് വൈഫൈ ഒക്കെ തന്ന് ഞാൻ ഫുള്ള് സപ്പോർട്ട് ചെയ്തിരിക്കും. അപ്പൊ ഇവർക്ക് ഒരു എൻജോയ്മെന്റ് ആയി, ഞങ്ങള് വന്നതുകൊണ്ട് ഒരു എന്റർടൈൻമെന്റ് ആയി. ഓക്കെ. മേ ഇതർ ആയേഗാ ആപ്കോ സന്തോഷ്? ഞങ്ങള് നടന്നു പോവാ കേട്ടോ. അപ്പൊ ഇവളാണ് ഞങ്ങൾക്ക് വഴിയൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഇവളാണ് ഞങ്ങളെ ഗൈഡ് ലക്ഷ്മി. അപ്പോ ഓക്കെ, ഇത് മൂട് സ്ഥലല്ലേ ചോമ്പ, വിഷയ സ്ഥലം കേട്ടോ. ഫുള്ളൊരു ടൗണ് മൊത്തം ഇത് കാണുന്നുണ്ട് കേട്ടോ. ഇവളുണ്ട് കേട്ടോ ഞങ്ങളെ കൂടെ. ഇവള് അവിടെ നടക്കുന്നത് നേപ്പാളിയാണ് കേട്ടോ. ഇതാട്ടോ ഫുള്ളായിട്ട് ഫുൾ ടൗൺ ആണ്. അത്യാവശ്യം നല്ല വ്യൂ ആണ്. പക്ഷെ ഇത് എത്രത്തോളം വീഡിയോയിൽ കിട്ടുമെന്ന് അറിയില്ല. കണ്ണുകൊണ്ട് കാണുന്നതിന്റെ അത്ര ആവില്ലല്ലോ. എന്തായാലും എല്ലാരും വരിക കാണുക. ഗുണ്ടാ ഗർജാവോ. അപ്പൊ നായ്ക്കളൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ്. ഫസ്റ്റ് ഒരു കുറെ വരയ്ക്കും കേട്ടോ. നമ്മള് ചിത്രം പറഞ്ഞില്ലേ അതേ സെറ്റപ്പ് തന്നെ. ഫസ്റ്റ് ഒരു കുറെ വരയ്ക്കും, ടെറർ സാധനങ്ങളാണ്. പക്ഷെ ഫ്രണ്ട്ലി. ഏയ് ജുങ്കുറു നടന്നു പോവാട്ടോ മേലോട്ട്.
സീനാണ്. കുറച്ചധികം നടക്കാണ്ട്. ഇവരൊക്കെ നല്ല ഉഷാറിൽ നടക്കുന്നുണ്ട്. എനിക്ക് നടക്കാനാവില്ല. നൊര വരുന്നുണ്ട്. നൊരയും പതയും വരുന്നുണ്ട്. അമ്മേ ഇപ്പൊ വീണു. അവരൊക്കെ ഫ്രണ്ട്സാട്ടോ. അയ്യോ, ഇവിടുത്തെ കഷ്ടപ്പെട്ട് കയറി വന്നതിന് കാര്യമുണ്ട്. എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല ഫോണിൽ. പക്ഷെ കണ്ണുകൊണ്ട് കിടിലം വ്യൂ ആട്ടോ. അത്രയും വലിയൊരു ടൗൺ ആട്ടോ മുന്നിൽ കാണുന്നത്. മൊത്തം അവിടെ ടോപ്പ് നിന്ന് കാണാൻ പറ്റും. അതാണ് വ്യൂ പോയിന്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞങ്ങളിതാ വ്യൂ പോയിന്റ് ഒക്കെ കണ്ട ക്ഷീണത്തിൽ ഇതാ ടെൻറ്റിൽ വന്ന് കിടന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഉറക്കിൻ്റെ ക്ഷീണം കൊണ്ട് ട്രാവൽ ചെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഇപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, ശുഭരാത്രി നേരുന്നു.